എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. കാൽക്കല്ലിൽ തട്ടാതെ ഞാൻ വീണു പോകാതെ തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളം കരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ഉള്ളം കരത്തിലെന്നെ വരച്ചിരിക്കുന്നതാൽ എനിക്കേതും ഭയമേയില്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. The Lord know them that are his. സ്നേഹാനായ പിതാവേ, ഞങ്ങളെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാനും സ്വർഗം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ പ്രാകാരങ്ങളിൽ വീണ്ടും കടന്നു വരുവാനും സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ആത്മാവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാം തിരുവചനം. Second letter of Timothy, chapter 2, verse 19. Nevertheless, the foundation of God stands sure, having this seal, the Lord knows them that are his. And let everyone that name the name of Christ depart from iniquity. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിൻ്റെ മുദ്ര. ആമേൻ. സഹോദരങ്ങളെ, നമ്മളെ മനസ്സിലാക്കുന്നവർ ആരുമില്ല എന്ന ദുഃഖം നമ്മെ എപ്പോഴും അലട്ടാറുണ്ട്, ഇല്ലയോ? എന്നാൽ നാം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പോയാൽ പോലും ദൈവം നമ്മോട് കൂടെ വിശ്വസ്തയോടെ നിലകൊള്ളുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. എന്നോട് ചേർന്നൊരാമേൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. നാം നമ്മുടെ സ്വഭാവം പലപ്പോഴും ത്യജിച്ചു കളയും. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ സ്വഭാവം ത്യജിച്ചു കളയുന്നില്ല. കാരണം അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ആശ്രയിക്കുവാൻ വിശ്വസ്തനായ ദൈവം മാത്രമാണുള്ളത്. ജീവിതത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കാം, അഗ്നിജ്വാല തലക്ക് മുകളിൽ കത്തിയെരിയാം. എന്നാൽ വചനം പറയുന്നു, ഭ്രമിച്ചു പോകേണ്ട. യെശയ്യാ 43:1-2 വാക്യങ്ങൾ. ആ വാക്യങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. നീ എനിക്കുള്ളവൻ തന്നെ. നീ എന്നുള്ള സ്ഥാനത്ത് ഓരോരുത്തരുടെ പേര് പറഞ്ഞു വേണം ഈ വചനം ഏറ്റെടുക്കാൻ. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. പലരും നമ്മെ തള്ളിപ്പറയും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. എന്നാൽ ദൈവം നമ്മെ നന്നായി അറിയുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പാടിയത്. 139-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെ തിരുവചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. ഹല്ലേലൂയ.
ഈ തിരുവചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മാറ്റൊലിക്കൊണ്ടേയിരിക്കണം. നാം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം നമ്മെ അറിയുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുയേശുവിൽ അവിടെ നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മെ പേര് ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നതിന് മുമ്പേ നാം കർത്താവിൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ ജനിച്ചവരാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനമൊന്ന് ശ്രദ്ധിച്ചേ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോഴതുകൊണ്ട് കർത്താവ് ഓൾറെഡി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇനി അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് ആരെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാനോ വിശുദ്ധീകരിക്കുവാനോ അല്ലെങ്കിൽ പ്രത്യേക പ്രായശ്ചിത്തം കൊടുത്ത് സ്തോത്രം 7 ആഴ്ച എവിടെയെങ്കിലുമൊക്കെ നൊവേനയ്ക്ക് ഇരുത്തേണ്ട ഒരു കാര്യമില്ല. എല്ലാം എൻ്റെ കർത്താവ് മുൻപേ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ തലയിലെ മുടി എത്രയുണ്ട് എന്ന് നമുക്കറിയില്ല. അറിയാതിരിക്കുകയാണ് നല്ലത്. എത്ര കൊഴിഞ്ഞു പോയെന്ന് അറിയത്തില്ല. ഇനി കൊഴിഞ്ഞു പോയത് എണ്ണാൻ പോകാതിരിക്കുകയാണ് നല്ലത്. എണ്ണിയാൽ ഉള്ളത് കൂടെ കൊഴിഞ്ഞ് താഴെ വീഴും. നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന നല്ല ഇടയൻ നമ്മുടെ ദൈവം, നമ്മുടെ പ്രകൃതി പോലും ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ചിലര് പറയാറുണ്ട്, എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ പിടിക്കുന്നില്ല എന്ന്. ഇല്ലയോ, നമ്മെ അറിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. ആഫ്റ്റർ ഓൾ വി ആർ ഡസ്റ്റ്. നാം വെറും പൊടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ അറിയുന്നു. നാം നമ്മുടെ ദൈവത്തെ എങ്ങനെ അറിയും? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. നാം നമ്മുടെ ദൈവത്തെ എങ്ങനെ അറിയും? 1, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 3-ാം വാക്യം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിൽ അടിവരയിട്ട് കൊത്തിവെക്കേണ്ട തിരുവചനമാണ്. 2, കൽപ്പന പ്രമാണിക്കുമ്പോൾ. അപ്പോൾ 1, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ. 2, കൽപ്പന പ്രമാണിക്കുമ്പോൾ. 10 കൽപ്പനയുടെ കാര്യമല്ല. 1 യോഹന്നാൻ 2:3. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കുമെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേര് അത് ചെയ്യുന്നുണ്ട്? 3, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. തെളിവ് നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സഹോദര സഹോദരി, നിന്റെ ഹൃദയത്തിൽ ആ വേദന മാറട്ടെ. എന്നെ ആരും അറിയുന്നില്ല എന്നുള്ള ആ വേദനയില്ലേ, ഈ വചനത്താൽ അത് സൗഖ്യമാകട്ടെ. 4, നീതിമാന്റെ വഴി ദൈവം അറിയുന്നു. ആരുടെ വഴി? നീതിമാന്റെ വഴി, ദുഷ്ടന്റെ വഴിയല്ല. 1-ാം സങ്കീർത്തനം 6-ാം വാക്യം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ കയറി ഇരിക്കാതെ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദൈവവചനം കൈ പിടിച്ചുകൊണ്ട് അനീതി പ്രവർത്തിക്കാൻ പോയാൽ സ്തോത്രം, നിന്റെ വഴി ലൂസിഫറിന് പോലും ഇഷ്ടപ്പെടത്തില്ല. 5-ാമത്തെ പ്രത്യേകത, ഹൃദയ രഹസ്യങ്ങൾ ദൈവം അറിയുന്നു. 44-ാം സങ്കീർത്തനം 21-ാം വാക്യം. ദൈവം അത് ശോധന ചെയ്ത് അറിയാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ രഹസ്യങ്ങളൊന്നും ഒളിപ്പിച്ചു വെക്കാൻ കഴിയത്തില്ല. കാരണം അതറിയുന്ന ഒരുവനുണ്ട്, കർത്താവ്. സ്തോത്രം. മനുഷ്യന്റെ ഉള്ളു ആർക്കും കാണാൻ പറ്റത്തില്ല. പുറമേ ഉള്ളത് കാണാം, പക്ഷെ ഉള്ളും അറിയുന്നവൻ കർത്താവാണ്. 6-ാമത്തെ പ്രത്യേകത, ദൈവം പാതകളെ അറിയുന്നു. ദൈവം പാതകളെ അറിയുന്നു. 42-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ആ വചനം കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക. 7-ാമത്തെ പ്രത്യേകത, ദൈവം പ്രവൃത്തികളെ അറിയുന്നു. ദൈവം പ്രവൃത്തികളെ അറിയുന്നു. തെളിവ് വെളിപ്പാട് 3-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിപ്പോൾ എത്ര ഉന്നത പദവി കയറിയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി,
പായിട്ട് താഴെ ഇരിക്കുന്ന ആളായാലും ശരി, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും നമ്മെ നന്നായി അറിയുന്ന ദൈവം മയങ്ങാതെ ഉറങ്ങാതെ നമുക്ക് എന്നും അനുകൂലമായി നിന്ന് നമ്മെ കാത്തു പരിപാലിക്കുന്നു. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേ. നമ്മുടെ കണ്ണീരിനെ കുപ്പിയിലാക്കി സൂക്ഷിക്കുന്നു. നമ്മുടെ പേർ ദൈവം പുസ്തകത്തിൽ എഴുതുന്നു. എവിടെ? ജീവന്റെ പുസ്തകത്തിൽ. തെളിവ് 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഹല്ലേലൂയ. ഒരു കാര്യം മറന്നു പോകരുത്, കർത്താവിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവന്റെ പുസ്തകം. സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതേണ്ടത് മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതേണ്ടത്. ആധാറിൽ പേരുണ്ടായാൽ മാത്രം പോരാ, റേഷൻ കാർഡിൽ പേരുണ്ടായാൽ മാത്രം പോരാ, പള്ളിയിലെ പുസ്തകത്തിൽ പേരുണ്ടായാൽ മാത്രം പോരാ. സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം തീപ്പൊയ്യയിൽ തള്ളപ്പെടുമെന്നാണ്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? സ്തോത്രം. നമ്മുടെ ഓരോ കണ്ണുനീരും കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുകയാണ്. ഹല്ലേലൂയ. അത് അനുതാപമൂർന്ന കണ്ണുനീരാണ്, അല്ലാതെ കരച്ചിലൊന്നുമല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ വന്നാലും പതറിപ്പോകരുത്. ശ്രദ്ധിക്കണമേ. ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങൾ വന്നാലും പതറിപ്പോകരുത്. കാരണം നമ്മെ നന്നായി അറിയുന്നവൻ എന്നും എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പ്രത്യാശ തരുന്ന ഒരു വചനമാണ് അല്ലേ? നമ്മെ നന്നായി അറിയുന്നവൻ എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ച് അടുപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സ്വർഗീയ മന്നയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് ഒരു പടി കൂടി അവിടുന്ന് ഞങ്ങളെ അറിയുന്നത് പോലെ ജീവിക്കുവാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ വചനത്തിൽ നിലനിന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ അപ്പാ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ തുരുത്തികളെ, ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ. ഹല്ലേലൂയ. എല്ലാ മതസ്പർദ്ധകളും ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് വിട്ടുമാറട്ടെ. കർത്താവെ, ഇന്ത്യ അങ്ങയുടെ രാജ്യമായി മാറുവാൻ ഇന്ത്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലക്ഷക്കണക്കിന് ജനങ്ങൾ കർത്താവെ അങ്ങേ അറിയുന്ന മക്കൾ രഹസ്യത്തിൽ ഈ ഇന്ത്യയിലുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു പ്രഭാതത്തിൽ അങ്ങേ ധൈര്യപൂർവം പരസ്യമായി ഏറ്റുപറയുന്ന ഒരു സന്ദർഭം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് രൂപപ്പെടുവാൻ, അവിടുത്തെ ഹിതമറിഞ്ഞ് ജനത്തിന് നന്മ നൽകുന്ന ഒരു ഗവൺമെൻറ് രൂപപ്പെടുവാൻ അധികാരത്തിലിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ കേരളത്തെ സമർപ്പിക്കുന്നു, തമിഴ്നാടിനെ സമർപ്പിക്കുന്നു, കർണാടകയെ സമർപ്പിക്കുന്നു, ബീഹാറിനെ സമർപ്പിക്കുന്നു. കർത്താവെ, അതുപോലെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവ് അത്യധികം അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കർത്താവേ, അവിടുന്ന് വരുമ്പോൾ അങ്ങയുടെ കൂടെ പോകുവാൻ, എടുക്കപ്പെടുവാൻ യോഗ്യരായി രഹസ്യത്തിൽ അങ്ങേ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടല്ലോ കർത്താവേ. അവരെ എല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നിരിക്കുന്ന ഈ സ്വർഗീയ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന
പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കോളെ ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. നിരാശപ്പെട്ടു പോകാതെ അങ്ങ് അവരെ അറിയുന്നുവല്ലോ കർത്താവേ. അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉള്ളംകൈയിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ശരീരത്തിന് ആവശ്യമായ സൗഖ്യവും വിടുതലും കൊടുത്ത് മക്കളെ മാനിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. രോഗികളായി കഴിയുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും അവിടുന്ന് കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പാടില്ല, ലജ്ജിതനായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ എൻ മോക്കം വാടില്ല, ലജ്ജിതയായി തീരില്ല, നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എൻ്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും.